ഹലോ ഗൈസ്, ഞാൻ ഈ പുട്ടുപൊടിയും മാങ്ങയും പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ, ഇന്ന് ഞാൻ മാമ്പഴ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുന്നേ നമ്മൾ മാങ്ങ വെച്ച് ലഡ്ഡു ഉണ്ടാക്കിയിരുന്നല്ലോ, എന്നിട്ട് മാങ്ങ ബാക്കി. അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ് ഇട്ടത്. പുട്ടുപൊടി എടുത്ത് നമ്മൾ വെള്ളത്തിന് പകരം മാങ്ങയുടെ പൾപ്പ് വെച്ചാണ് കുഴച്ചെടുക്കുന്നത്. മാങ്ങ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. മാമ്പഴ പുട്ടിന് ഈ ചെറിയ ജീരകത്തിന് വലിയൊരു പങ്കുണ്ട്, അതുകൊണ്ട് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല പാകത്തിന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ചുട്ടു തുടങ്ങാം കേട്ടോ. ആദ്യം തേങ്ങ, പിന്നെ മാങ്ങ, പിന്നെ പുട്ടുപൊടി, വീണ്ടും തേങ്ങ, വീണ്ടും മാങ്ങ, പിന്നെ പുട്ടുപൊടി. 4-5 മിനിറ്റിന് ശേഷം ആവി വന്ന് തുടങ്ങി. ഇനി നമുക്ക് പുട്ട് കുത്താം. പുട്ട് നല്ല അടിപൊളിയായിട്ട് വെന്താലും മാത്രമേ നല്ല പൊടിഞ്ഞു പോവാതെ കിട്ടുള്ളൂ കേട്ടോ. നോക്കി, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ടേ. അപ്പൊ ഇത് സക്സസ് ആയ സന്തോഷത്തിൽ ഞാനിവിടെ ഒരു കുറ്റി കൂടെ ചുടുന്നുണ്ടേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലേക്ക് കറിയുടെ ആവശ്യമില്ല. നോക്കിയേ, മഞ്ഞപ്പൊടി ചേർത്ത പോലെ ഉണ്ടല്ലേ കളറ്, അത് ആ മാമ്പഴത്തിന്റെ കളറാണേ. അപ്പൊ നമുക്ക് കഴിച്ചാലോ. ഈ പുട്ടും പഴവും ഒക്കെ ചിലർക്ക് നല്ല ഇഷ്ടാവൂലേ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പുട്ടും പഴവും. അതുപോലെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് വേറെ ലെവൽ. ഇനി നിർബന്ധമാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല് കൂട്ടി കഴിക്കാം. അപ്പോൾ ടാറ്റാ.